ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു K2CSE. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഊപ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. സോ ഇതിൻ്റെ അകത്ത് വരുന്ന സബ് കോൺസെപ്റ്റുകളാണ് ക്ലാസ്, ഒബ്ജക്റ്റ്, എൻക്യാപ്സുലേഷൻ, അബ്സ്ട്രാക്ഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലാസ്സും ഒബ്ജക്റ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ ബ്ലൂ പ്രിൻറ്റ് ഓഫ് എ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ബ്ലൂ പ്രിൻറ്റിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മെമ്പർ ഓഫ് ക്ലാസ്. നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതൊരു വസ്തുവിനെയും നമുക്ക് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഇപ്പം ഞാൻ ഈ ഹോൾഡ് ചെയ്തേക്കുന്ന ഫോണ്, നിങ്ങളുടെ പേന, നിങ്ങളുടെ പേപ്പർ, PC, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ചെയർ, ടേബിള്, സീലിംഗ് ഫാന് എല്ലാം ഒബ്ജക്റ്റാണ്. ഓക്കെ, ക്ലാസ് എന്ന് പറയുന്നത് സെയിം കാറ്റഗറീസിലുള്ള ഒബ്ജക്റ്റുകളുടെ കളക്ഷനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ വെഹിക്കിൾ എന്ന് പറയുന്നൊരു ക്ലാസ്സാണ്. അതിൻ്റെ അകത്ത് വരുന്ന ഒബ്ജക്റ്റുകളാണ് സ്കൂട്ടി, കാറ്, ബൈക്ക്, ലോറി, JCB, ഷിപ്പ്, അങ്ങനെ എന്ത് തരം ആവട്ടെ. അങ്ങനെയുള്ള വെഹിക്കിൾസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ്. അതിൻ്റെ അകത്ത് എന്ത് വരും? ഒത്തിരി വെഹിക്കിൾ വരും. ഓക്കെ, അപ്പോൾ സെയിം കാറ്റഗറിയിലുള്ള ഒബ്ജക്റ്റിൻ്റെ കളക്ഷനെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഇനിയെന്ന് പറയുന്നത് നമ്മൾ രണ്ട് കാര്യമാണ് നോക്കുന്നത്. ഒന്ന് ആട്രിബ്യൂട്ടും ഒന്ന് മെത്തേഡും. മെത്തേഡ് എന്താണെന്ന് നമുക്കറിയാം, ഫംഗ്ഷനെയാണ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫംഗ്ഷനെയാണ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ, ഇപ്പം നമ്മൾ PC എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വീഡിയോ കോൾ ചെയ്യാം, ബ്രൗസ് ചെയ്യാം, ഗെയിംസ് ഒക്കെ കളിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ആ PCയുടെ ഫംഗ്ഷൻ. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ PCയുടെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ PCയുടെ അതിൻ്റെ ഓരോ ഫീച്ചേഴ്സ്. എക്സാമ്പിൾ, അതിൻ്റെ പേര്, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ മെമ്മറി എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നോട്ട്ബുക്കിൻ്റെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഏതൊക്കെ ഒബ്ജക്റ്റ് വരും? ക്ലാസ്മേറ്റ് നോട്ട്സ് വരും, പേപ്പർ ഗ്രിഡ് നോട്ട് വരും, ക്യാംലിൻ നോട്ട് വരും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ അകത്ത് വരുന്ന ഒബ്ജക്റ്റുകളാണ്. ഇനി നമുക്ക് കോഡ് യൂസ് ചെയ്തിട്ട് പഠിക്കാവേ എങ്ങനെയാണെന്ന്. സോ ഈ വീഡിയോയിൽ ഞാൻ കാർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒബ്ജക്റ്റുകൾ എന്തൊക്കെയായിരിക്കും? ഓരോ മോഡൽ കാറുകളല്ലേ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഓൾട്ടോ, സ്വിഫ്റ്റ്, വാഗ്നർ, ഏത് കാർ വേണമെങ്കിലും എടുക്കാം. ആ ഓരോരോ കാറുകളാണ് അതിൻ്റെ അകത്ത് വരുന്ന ഒബ്ജക്റ്റുകൾ. കാർ എന്ന് പറയുന്നതാണ് ക്ലാസ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു? car.java എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് കാർ എന്ന് പറയുന്നൊരു ക്ലാസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ എന്ത് കൊടുത്തു? പബ്ലിക് ക്ലാസ് കാർ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് എടുക്കാൻ പോകുന്ന ആട്രിബ്യൂട്ടുകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ആട്രിബ്യൂട്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, മെത്തേഡ് അല്ല. സ്ട്രിങ് നെയിം, അതായത് നമ്മുടെ കാറിൻ്റെ നെയിം. സ്ട്രിങ് മോഡൽ, കാറിൻ്റെ മോഡൽ. ഇൻറ്റ് പ്രൈസ്, കാറിൻ്റെ പ്രൈസ്. അപ്പോൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്ലാസ്സിനെ പറ്റിയുള്ള ആട്രിബ്യൂട്ട്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഇത് car.java അല്ലെങ്കിൽ ആ class.java എന്ന് പറയുന്നൊരു ഫയലായിരിക്കും കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്തുവാ? ഒരു കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒത്തിരി ഒബ്ജക്ട്സ് കാറുകൾ വരും അല്ലേ. അപ്പം അന്നേരം ഞാൻ car.java എന്ന് പറയുന്നൊരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് പബ്ലിക് ക്ലാസ് കാർ, എന്നിട്ട് അതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ആട്രിബ്യൂട്ട്സ് ഞാൻ കൊടുത്തു. എനിക്ക് എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ആണോ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടത് ആ ആട്രിബ്യൂട്ട്സ് കൊടുത്തു. നെയിം, മോഡൽ, പ്രൈസ്. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ main.java എന്ന് പറയുന്നൊരു ഫയൽ നിങ്ങൾ ഓപ്പൺ ആക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? പബ്ലിക് ക്ലാസ് മെയിൻ കൊടുക്കുക, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുക. ഓക്കെ, ഇനി ഈ സംഭവത്തിനെ പറയുന്നതാണ് കൺസ്ട്രക്റ്റർ ക്രിയേഷൻ എന്ന് പറയും. ഇത് കണ്ടോ, ഇതിനെ പറയുന്നതാണ് കൺസ്ട്രക്റ്റഡ് ക്രിയേഷൻ. ഇതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്ത സംഭവം അതെന്തുവാണ്? കാറ്. ആ ക്ലാസ് നെയിം അതുപോലെ എഴുതുക. എന്നിട്ട് ആദ്യത്തെ കാർ, അതാണ് സ്പേസ് കാർ1. ഒത്തിരി കാറുകൾ കാണത്തില്ല, അതായത് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. main.java ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കാർ1 ഈക്വൽ ടു ന്യൂ കാർ ഓഫ് എന്ന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം നിങ്ങൾ തൽക്കാലം ബൈക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ബൈക്ക്, നിങ്ങളുടെ ആദ്യത്തെ ബൈക്ക്, ഒന്നുകിൽ ബൈക്ക് A എന്നോ ബൈക്ക് 1 എന്നോ നിങ്ങളുടെ ഇഷ്ടം. ബൈക്ക് 1 ഇസ് ഈക്വൽ ടു ന്യൂ ബൈക്ക് ഓഫ്. ബുക്കാണെങ്കിൽ ബുക്ക് 1 ഇസ് ഈക്വൽ ടു ന്യൂ ബുക്ക് ഓഫ്. ഇതിനെയാണ് കൺസ്ട്രക്റ്റഡ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്തു? കാർ1ൻ്റെ പേര് ഓൾട്ടോ, കാർ1ൻ്റെ മോഡൽ K10, കാർ1ൻ്റെ പ്രൈസ്, ഇത്രയും പ്രൈസും കൊടുത്തു. ഇനി ഇതെനിക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, പ്രിൻറ്റ് ചെയ്യാനായിട്ടൊന്നുമില്ല. system.out.println ഓഫ്. അപ്പോൾ എനിക്ക് എങ്ങനെ വരണം? നെയിം എന്ന് പറയുന്നത് കാർ1ൻ്റെ നെയിം എന്ന് പറഞ്ഞ് വരണം. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, വെയിറ്റ് ചെയ്യണേ. നിങ്ങൾ ദാണ്ട ഈ ഫസ്റ്റ് ഓപ്ഷനില്ലേ അതെടുത്തു, system.out.println ഓഫ്. അപ്പം തന്നെ ഇത് X എന്ന് പറഞ്ഞത് ഈ സംഭവം വരും. ഇപ്പം ഞാൻ പ്രൈസ് ആണെങ്കിൽ എന്ത് ചെയ്തു? പ്രൈസ് എന്ന് പറഞ്ഞ് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിപ്പോൾ പ്രൈസ് എന്ന് എഴുതി ഒരു കൊട്ടേഷൻ മാർക്ക് വന്നിട്ട് ഒരു കോളൻ വന്നിട്ട്
അടുത്തത് വരണം. സോ ഈ ഡബിൾ കോട്ട് ക്ലോസ് ചെയ്യാതെ അവിടെ ഒരു സ്പേസ് ഇട്ടിട്ട് ഡബിൾ കോട്ടിനപ്പുറം ഒരു സ്പേസ് വന്നിട്ട് പ്ലസ് ഇതിൻ്റെ കൂട്ടത്തിൽ എന്താണ് വരേണ്ടത്? പ്ലസ് കാർ 1ൻ്റെ പ്രൈസ്. ഇപ്പോൾ കാർ 1 ഡോട്ട് പ്രൈസ്. ഇങ്ങനെയാണ് ആ സംഭവം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ ഒറ്റ കാറിൻ്റെതേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി കാറ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒറ്റ കാറിൻ്റെ കാര്യം എങ്ങനെ ഒന്ന് റണ്ണായി അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാവേ. ഇപ്പോൾ ഞാൻ റൺ ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ റൺ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഔട്ട്പുട്ട് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. കണ്ടോ ഔട്ട്പുട്ട് കണ്ടോ? നെയിം വന്നു, മോഡൽ വന്നു, പ്രൈസ് വന്നു. ഓ ഇത് നേരത്തെ ഔട്ട്പുട്ടാണ്. ഒരു മിനിറ്റ്, സോറി. നിങ്ങൾക്ക് ഇത് ഔട്ട്പുട്ട് റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഔട്ട്പുട്ട് കണ്ടോ? ഓൾട്ടോ മോഡൽ K10 പ്രൈസ്. അപ്പോൾ ഈ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റർ ചെയ്തതിന് ശേഷമാണ് ആലോചിച്ചത് ഇതിൻ്റെ പ്രൈസ് ഇതല്ല എന്ന്. അന്നേരം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സംഭവം ഒന്നും കൂടെ ടൈപ്പ് ചെയ്തിട്ട് പ്രിൻ്റ് ഓപ്ഷൻ കൊടുത്താൽ മതി. അതായത് നമ്മളിതുപോലെ കോപ്പി ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, പേസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ എനിക്കിത് മാറ്റിയിട്ട് ഇതാക്കണം പ്രൈസ്. എന്നിട്ട് അത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ ഈ പ്രൈസിൻ്റെ ഓപ്ഷൻ എന്ത് ചെയ്യണം, പ്രിൻ്റ് ഓപ്ഷൻ എന്ത് ചെയ്യണം, അവിടെ കൊടുത്താൽ മാത്രം മതി. വേറൊരു പ്രോബ്ലവും ഇല്ല. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഒത്തിരി കാറുകളെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. കാർ 1, കാർ 2, കാർ 3 ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രൈസ് വന്നതിന് ശേഷം അപ്പോൾ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കാർ ഡോട്ട് ജാവയിൽ ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ചെയ്തില്ലേ, അതുപോലെ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാറ്റിക് വോയിഡ്, ഞാനിപ്പം കാറിൻ്റെ ഒരു ഫംഗ്ഷനായ ഡ്രൈവിംഗ് ഉണ്ടല്ലോ, ആ മെത്തേഡാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡ്രൈവ് ഓഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഇനിഷ്യലൈസ് ചെയ്തിട്ട് എന്ത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് ഓഫ് ഡ്രൈവിംഗ്. പിന്നെ ഞാൻ ചുമ്മാ കുറച്ച് ഡോട്ട്സ് കൊടുത്തതന്നേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ മെത്തേഡ് ആട്രിബ്യൂട്ട് ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ എന്താ വന്ന ഈ കാർ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് കയറി ചെയ്ത്. കാര്യം കാറിൻ്റെ ആട്രിബ്യൂട്ട് അല്ലേ, അതുപോലെ കാറിൻ്റെ മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ കാർ എന്ന് പറയുന്ന ക്ലാസ്സിലോട്ട് കയറിയിട്ട് ഇത്രയും നമുക്ക് എന്ത് മെത്തേഡാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഫംഗ്ഷൻ അവിടെ കൊടുക്കണം. സ്റ്റാറ്റിക് വോയിഡ് നമ്മുടെ ഫംഗ്ഷൻ നെയിം ഓഫ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഞാനിപ്പോൾ ഡ്രൈവ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് കൊടുത്തത്. ദെൻ ഡ്രൈവിംഗ് കൊടുക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഡോട്ട് ജാവയിൽ പോകണം. മെയിൻ ഡോട്ട് ജാവയിൽ പോകുമ്പോഴത്തേനും നമ്മളിതാ ഈ കാറിൻ്റെത് ക്രിയേറ്റ് ചെയ്തില്ലേ, പബ്ലിക് ക്ലാസ് കാർ സ്ട്രിങ് നെയിം സ്ട്രിങ് മോഡൽ ഇൻറ്റു പ്രൈസ്. അതേപടി പബ്ലിക് എന്ന് കൊടുക്കേണ്ട, ജസ്റ്റ് ക്ലാസ് കാർ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇത് നിങ്ങൾ ഓൾറെഡി ഞാൻ നേരത്തെ വീഡിയോയിൽ ഈ ഒരു പോർഷൻ തൊട്ടാണ് കാണിച്ചതല്ലേ. അപ്പം നിങ്ങൾ ഇത് ഓൾറെഡി മുകളിൽ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. പബ്ലിക്ക് വേണ്ട, ക്ലാസ് കാർ സ്ട്രിങ് നെയിം സ്ട്രിങ് മോഡൽ ഇൻറ്റു പ്രൈസ്. എന്നിട്ട് നിങ്ങളിത് എവിടെ ചെയ്തില്ലേ, സ്റ്റാറ്റിക് വോയിഡ് ഡ്രൈവ്, ആ സെയിം സംഭവം എന്ത് ചെയ്യണം, ഇവിടെ കോപ്പി ഡൗൺ ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊണ്ടുവെക്കണം. കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊണ്ടുവെക്കുക. എന്നിട്ട് താഴെ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി കാർ ഡോട്ട് ഡ്രൈവ് ഓഫ് എന്ന് വെച്ചാൽ എന്തുവാണ്, നമ്മൾ ആ സ്റ്റാറ്റിക് മെത്തേഡ് നമ്മുടെ പബ്ലിക് സ്റ്റാറ്റിക് ചെയ്തില്ലേ, പബ്ലിക് സ്റ്റാറ്റിക് എല്ലാം നമ്മൾ എവിടെ ചെയ്തില്ലേ, സ്റ്റാറ്റിക് വോയിഡ് ഡ്രൈവ് ഓഫ്, ആ മെത്തേഡ് കാൾ ചെയ്യാനായിട്ടാണ് കാർ ഡോട്ട് ഡ്രൈവ് ഓഫ് എന്ന് പറയുന്ന സംഭവം കൊടുക്കുന്നത്. ഇത്രയും മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, കാർ ഡോട്ട് ജാവയിൽ വന്നിട്ട് നമ്മളെ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം, മെയിൻ ഡോട്ട് ജാവയിലോട്ട് കയറുക. മെയിൻ ഡോട്ട് ജാവയിൽ കയറിയതിന് ശേഷം അപ്പോൾ നിങ്ങൾ ആദ്യമേ ഈ സംഭവം ചെയ്ത് വെക്കണം. ഓക്കെ, പബ്ലിക്ക് വേണ്ട ബാക്കി എല്ലാം ഈ കാർ ഡോട്ട് ജാവ പോലെയാണ്. ക്ലാസ് കാർ സ്ട്രിങ് നെയിം സ്ട്രിങ് മോഡൽ അതേപടി ഇത് ഇവിടെയും ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് സെയിം സാധനം അപ്പുറത്തോട്ട് കോപ്പി ചെയ്ത് കൊണ്ടുവെക്കുക. എന്നിട്ട് കാർ ഡോട്ട് നമ്മുടെ ഫംഗ്ഷൻ എന്താണോ ആ സംഭവം കാർ ഡോട്ട് ഡ്രൈവ് ഓഫ് എന്നാണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് റൺ ചെയ്യാനായിട്ട് പോവുകയാണെ എന്ത് വരുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം റൺ ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് എന്താ ഔട്ട്പുട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യാം. കണ്ടോ, എല്ലാം പ്രിൻറ്റ് ചെയ്തു. എന്താണ് ഇപ്പം പുതുതായിട്ട് ഡ്രൈവിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആ ഒരു മെത്തേഡും കൂടെ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ ഒത്തിരി എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കാർ 1 മാത്രമേ ക്രിയേറ്റ് ചെയ്തുള്ളൂ. നിങ്ങൾക്ക് അതുപോലെ കാർ 2, കാർ 3, കാർ 4 എല്ലാം ക്രിയേറ്റ് ചെയ്യാം.